മജ്ജ്ഹിമ നികായ 151 പിണ്ഡപാത പാരിശുദ്ധ്യസൂത്ത്. പിണ്ഡപാതം എന്ന് പറയുന്ന സമയത്ത് ഭിക്ഷാന്നം, അതിനെ എങ്ങനെ പരിശുദ്ധമാക്കാം എന്നതാണ് ഈ സൂത്രം. പ്രത്യേകിച്ചിട്ട് ഇത് ഭിക്ഷുക്കൾക്കുള്ള സൂത്രമാണ്. ഒരു യഥാർത്ഥ ഭിക്ഷു ഭിക്ഷാടനത്തിന് പോകുന്നതിന് മുൻപ് അഥവാ പോവുകയാണെങ്കിൽ എന്തെല്ലാമാണ് മനസ്സിൽ ധ്യാനിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഭഗവാൻ ഇവിടെ പറയുന്നു. 37 ബോധിപക്ഷീയ ധമ്മം നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ടോ എന്ന് നോക്കണം. അതുകൂടാതെ നമ്മുടെ ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ മൂലം നമ്മൾക്ക് രാഗദ്വേഷ മോഹങ്ങൾ ഉണ്ടാകുന്നു എന്ന് നോക്കണം. ഇത് നോക്കിക്കൊണ്ട് വേണം ഭിക്ഷാടനം നടത്താൻ. അല്ലാതെ സാധാരണ ചെയ്യുന്ന ഭിക്ഷാടനം കൊണ്ട്, ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഭിക്ഷാടനം കൊണ്ട് ആ ഭിക്ഷാടനത്തിന് പരിശുദ്ധി ഉണ്ടാകില്ല. ഇങ്ങനെ ധ്യാനം ചെയ്ത് നമ്മൾ ഭിക്ഷാടനം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ആ ഭിക്ഷാടനം പരിശുദ്ധമാക്കുന്നത് എന്നാണ് ഭഗവാൻ ഈ സൂത്രത്തിൽ പറയുന്നത്. അതിനാൽ ഭിക്ഷാടനം ചെയ്യുന്ന ഭിക്ഷുക്കൾക്ക് വളരെ അനുയുക്തമായിട്ടുള്ള സൂത്രമാണ് ഇത്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ രാജഗൃഹത്തിൽ മുളയുടെ വനത്തിൽ അണ്ണാന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ആയുഷ്മാൻ സാരിപുത്തൻ ഉച്ചയ്ക്ക് ശേഷം ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ അടുത്ത് വന്നു. ഭഗവാനെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. അപ്പോൾ ഭഗവാൻ ആയുഷ്മാൻ സാരിപുത്തനോട് ഇങ്ങനെ പറഞ്ഞു: സാരിപുത്ത, താങ്കളുടെ ഇന്ദ്രിയങ്ങൾ വളരെ പരിശുദ്ധമാണ്. താങ്കളുടെ വർണ്ണവും വളരെ ഉജ്ജ്വലമാണ്. സാരിപുത്ത, ഈ ദിനങ്ങളിൽ താങ്കൾ എപ്രകാരത്തിലുള്ള ധ്യാനത്തിലാണ് ഏർപ്പെടുന്നത്? അപ്പോൾ ആയുഷ്മാൻ സാരിപുത്തൻ പറഞ്ഞു: ബന്ദേ, ഈ ദിവസങ്ങളിൽ ഞാൻ ശൂന്യത ധ്യാനത്തിലാണ് ഏർപ്പെടുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: സാധു സാധു സാരിപുത്ത, വളരെ നന്നായി സാരിപുത്ത. താങ്കൾ സാധാരണയായിട്ടൊരു മഹാപുരുഷൻ്റെ ധ്യാനത്തിനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശൂന്യതാ ധ്യാനം എന്ന് പറയുന്നത് ഒരു മഹാപുരുഷൻ ചെയ്യുന്ന ധ്യാനം തന്നെയാണ്. സാരിപുത്ത, ഒരു ഭിക്ഷു ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്: എനിക്ക് സാധാരണയായിട്ട് ശൂന്യതയിൽ ധ്യാനിക്കേണ്ടതുണ്ട്. എങ്കിൽ ആ ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾക്ക് എല്ലാ സമയത്തും ശൂന്യതയിൽ ധ്യാനിക്കണമെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും ഈ പ്രകാരം ചിന്തിക്കണം. അതാണ് ഈ സൂത്രത്തിൻ്റെ അടിസ്ഥാനം. അതായത് ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതേപോലെ തന്നെ 37 ബോധിപക്ഷീയ ധർമ്മങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണം. ഇതിലേതെങ്കിലും നമ്മൾ ഭാവന ചെയ്യാത്തതുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ മാത്രമാണ് നമ്മൾക്ക് ശൂന്യതാ ധ്യാനം ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഭിക്ഷാടനത്തിന് പോകുന്ന വഴിക്ക്, ഞാൻ ഏത് സ്ഥലത്ത് ഭിക്ഷാടനത്തിന് അലഞ്ഞുവോ ആ സ്ഥലത്ത് ഞാൻ ഭിക്ഷാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ മനസ്സിൽ ഏതെങ്കിലും ആഗ്രഹമോ രാഗമോ ദ്വേഷമോ മോഹമോ ക്രോധമോ ഞാൻ കണ്ണിനാൽ ഏതെങ്കിലും രൂപം കണ്ടപ്പോൾ ഉണ്ടായോ? അതായത് കണ്ണിനാൽ രൂപം കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ രാഗമോ ആഗ്രഹമോ ദ്വേഷമോ മോഹമോ ദോഷമോ ഉണ്ടായോ? സാരിപുത്ത, അപ്രകാരം ഒരു ഭിക്ഷു തൻ്റെ മനസ്സിനെ പരിശോധിക്കുകയാണ്. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു: അത്തരത്തിലുള്ള ആഗ്രഹം, രാഗം, ദ്വേഷം, മോഹം, ക്രോധം തുടങ്ങിയവ തൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ അകുശല ധർമ്മങ്ങളെ ഇല്ലാതാക്കുന്നതിന്, അതിനെ ഉപേക്ഷിക്കുന്നതിന് ആ ഭിക്ഷു പ്രയത്നം ചെയ്യണം. സാരിപുത്ത, അഥവാ ആ ഭിക്ഷു അങ്ങനെ പരിശോധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാണ്: എൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ള ആഗ്രഹമോ രാഗമോ ദ്വേഷമോ മോഹമോ ക്രോധമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എങ്കിൽ ആ ഭിക്ഷു രാത്രിയും പകലും ആ കുശലധർമ്മങ്ങളിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനം ചെയ്യണം. ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മളുടെ മനസ്സിൽ അകുശലധർമ്മങ്ങൾ ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ പ്രീതി പ്രമോദം രണ്ടും ഉണ്ടാകും. ആ പ്രീതി പ്രമോദത്തോടു കൂടി തന്നെ വേണം നമ്മൾ ധ്യാനിക്കാൻ. ഇവിടെ ഉണ്ടാകുന്ന പ്രീതി പ്രമോദം ഇത് ഒരിക്കലും അകുശലധർമ്മമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ എല്ലാ പ്രീതി പ്രമോദങ്ങളെയും നമ്മൾ ഒരിക്കലും ആ ദിനവോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയരുത്. വീണ്ടും സാരിപുത്ത ഒരു ഭിക്ഷു പരിശോധിക്കുകയാണ്. മേൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാം ഇതേപോലെ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഞാൻ ഭിക്ഷാടനത്തിന് പോയ വഴിക്ക്, ഞാൻ ഭിക്ഷാടനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത്, ഭിക്ഷാടനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കാതിനാൽ ഏതെങ്കിലും ശബ്ദം കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഏതെങ്കിലും ആഗ്രഹം, രാഗം, ദ്വേഷം, മോഹം, ക്രോധം തുടങ്ങിയവ ഏതെങ്കിലും ഉൽപ്പന്നമായോ? അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെ മനസ്സിൽ ഉൽപ്പന്നമായി എങ്കിൽ
ആ ഭിക്ഷു അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള യാതൊരുവിധ അകുശലവും തൻ്റെ മനസ്സിൽ ഉൽപ്പന്നമായിട്ടില്ല എങ്കിൽ ദിനവും രാത്രിയും ആ ഭിക്ഷു പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനം ചെയ്യണം. ഇതുതന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും പറയുന്നത്. അത് ആവർത്തിക്കുന്നില്ല, മനസ്സിൻ്റെ മാത്രം വീണ്ടും ആവർത്തിക്കുന്നതാണ്. ഭിക്ഷാടനത്തിന് പോകുന്ന വഴിക്കോ ഭിക്ഷാടനം ചെയ്യുന്ന സമയത്തോ ഭിക്ഷാടനത്തിന് ശേഷം തിരിച്ചു വരുന്ന സമയത്തോ തൻ്റെ മനസ്സിൽ മൂക്കിനാൽ ഗന്ധമറിയുന്ന സമയത്ത്, നാവിനാൽ രുചി അറിയുന്ന സമയത്ത്, ശരീരത്താൽ സ്പർശത്തെ അറിയുന്ന സമയത്ത്, മനസ്സിനാൽ ധർമ്മത്തെ അറിയുന്ന സമയത്ത്, മനസ്സിൽ ഏതെങ്കിലും ആഗ്രഹമോ രാഗമോ ദ്വേഷമോ മോഹമോ ക്രോധമോ ഉണ്ടായോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ആ ഭിക്ഷു ഇങ്ങനെ അറിയുകയാണ്: എൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ആഗ്രഹം, രാഗം, ദ്വേഷം, മോഹം, ക്രോധം തുടങ്ങിയവ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ അകുശല ധർമ്മങ്ങളെ ഇല്ലാതാക്കുന്നതിന്, ഉപേക്ഷിക്കുന്നതിന് ആ ഭിക്ഷു പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. സാരിപുത്ത, അഥവാ ആ ഭിക്ഷു അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ആ ഭിക്ഷു ഇങ്ങനെ അറിയുകയാണ്: എൻ്റെ മനസ്സിൽ ആ സമയത്ത് യാതൊരുവിധ ആഗ്രഹമോ രാഗമോ ദ്വേഷമോ മോഹമോ ക്രോധമോ ഒന്നും തന്നെ ഉണ്ടായില്ല എങ്കിൽ ആ ഭിക്ഷു ദിവസവും രാത്രിയും കുശലധർമ്മത്തോടുകൂടി പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനിച്ച് വിഹരിക്കണം. വീണ്ടും സാരിപുത്ത, ഒരു ഭിക്ഷു ഇങ്ങനെ തന്നെ പരിശോധിക്കണം: ഞാൻ 5 കാമഗുണങ്ങളെ ഉപേക്ഷിച്ചു. അതായത് ഇന്ദ്രിയ സുഖങ്ങൾ, 5 ഇന്ദ്രിയങ്ങളിൽ വരുന്ന സുഖങ്ങൾ, അതിനെയാണ് കാമഗുണം എന്ന് പറയുന്നത്. സാരിപുത്ത, ഉദാഹരണമായിട്ട് ഒരു ഭിക്ഷു പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ അറിയുകയാണ്: എൻ്റെ മനസ്സിലുള്ള ഈ 5 കാമഗുണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു ആ 5 കാമഗുണങ്ങളെ ഉപേക്ഷിക്കുന്നതിന് പ്രയത്നിക്കണം. എന്നാൽ സാരിപുത്ത, ഒരു ഭിക്ഷു ഇങ്ങനെ പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ അറിയുകയാണ്: ഞാൻ ഈ 5 കാമഗുണങ്ങളെ ഉപേക്ഷിച്ചു എങ്കിൽ ആ ഭിക്ഷു രാത്രിയും പകലും ആ കുശലധർമ്മത്തിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനം ചെയ്യണം. വീണ്ടും സാരിപുത്ത, ഒരു ഭിക്ഷു തന്നെ പരിശോധിക്കുകയാണ്: ഞാൻ 5 നീവരണങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? നീവരണം എന്ന് പറയുമ്പോൾ നമ്മുടെ 5 ശത്രുക്കൾ: കാമചന്തം, വ്യാപാദം, ധീനമിത്തം, ഉദ്ധച്ച, കുക്കുച്ചം, വിചികിച്ച. സാരിപുത്ത, ഉദാഹരണമായിട്ട് ആ ഭിക്ഷു അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ആ ഭിക്ഷു ഇങ്ങനെ അറിയുന്നു: എൻ്റെ മനസ്സിൽ നിന്ന് ഈ 5 നീവരണങ്ങൾ ഇല്ലാതായിട്ടില്ല എങ്കിൽ ആ ഭിക്ഷു ആ 5 നീവരണങ്ങളെ ഇല്ലാതാക്കുന്നതിന് പരിശ്രമിക്കണം. അഥവാ സാരിപുത്ത, ആ ഭിക്ഷു തന്നെ പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ അറിയുന്നു: എൻ്റെ മനസ്സിലുള്ള 5 നീവരണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു എങ്കിൽ ആ ഭിക്ഷു ദിവസവും രാത്രിയും ആ കുശലധർമ്മത്തിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനം ചെയ്യണം. വീണ്ടും സാരിപുത്ത, ഒരു ഭിക്ഷു ഇങ്ങനെ തന്നെ പരിശോധിക്കണം: ഞാൻ ഈ 5 ഉപാദാന ഖണ്ഡങ്ങളെ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉപാദാന സ്കന്ധം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആസക്തി ഉണ്ടാകുന്ന 5 സ്കന്ധം, അതായത് രൂപം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സ്കന്ധം, പിന്നെ ചിത്തത്തിൻ്റെ 4 സ്കന്ധങ്ങൾ: വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാർ. ഇതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അഥവാ സാരിപുത്ത, ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഒരു ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കിയാണ്: ഞാൻ ഈ 5 ഉപാദാന സ്കന്ധങ്ങളെ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആ ഭിക്ഷു ഈ 5 ഉപാദാന സ്കന്ധങ്ങളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കുന്നതിന് പ്രയത്നിക്കണം. അഥവാ സാരിപുത്ത, ആ ഭിക്ഷു ഇങ്ങനെ പരിശോധന ശേഷം ഇങ്ങനെ മനസ്സിലാക്കിയാണ്: ഈ 5 ഉപാദാന സ്കന്ധങ്ങളെ ഞാൻ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ആ ഭിക്ഷു ദിനവും രാത്രിയും ആ കുശലധർമ്മത്തിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനം ചെയ്യണം. ഈ നേരത്തെ പറഞ്ഞ 5 നീവരണങ്ങൾ, അതിനെ ഉപേക്ഷിക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. മിക്ക ആൾക്കാരും ഉറങ്ങുന്ന സമയത്ത് ധ്യാനിക്കാറുണ്ട്. അത് ഒരു നീവരണമാണ്, അകുശലധർമ്മമാണ് എന്നവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത് ധീനമിത്തം, മനസ്സിലും ശരീരത്തിലുമുള്ള ആലസ്യമാണ്. അതിനെ ഉപേക്ഷിക്കാതെ ഒരിക്കലും ആ വ്യക്തി ധ്യാനത്തിൽ പുരോഗമിക്കില്ല. ഈ കാര്യം വളരെ പ്രത്യേകം അറിയണം. വീണ്ടും സാരിപുത്ത, ഒരു ഭിക്ഷു തന്നെ പരിശോധിക്കണം: ഞാൻ 4 സതിപഠാനങ്ങളെ ഭാവന ചെയ്തിട്ടുണ്ടോ? അതായത് കായാനുപസന, വേദനാനുപസന, ചിത്താനുപസന, ധമ്മാനുപസന, ഇതിനെ ഭാവന ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിന് മനസ്സിലാകുകയാണ്: ഞാൻ 4 സതിപഠാനത്തെ ഭാവന ചെയ്തിട്ടില്ല എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു ആ 4 സതിപഠാനത്തെ ഭാവന ചെയ്യുന്നതിന് പരിശ്രമിക്കണം. എന്നാൽ സാരിപുത്ത, ആ ഭിക്ഷു തന്നെ പരിശോധിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിന് ഇങ്ങനെ മനസ്സിലാവുന്നു: ഞാൻ 4 സതിപഠാനത്തെയും ഭാവന ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഭിക്ഷു ദിനവും രാത്രിയും ആ കുശലധർമ്മത്തിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനം ചെയ്യണം.
വീണ്ടും സാരിപുത്ത, ഒരു ഭിക്ഷു ഇങ്ങനെ പരിശോധിക്കണം: ഞാൻ 4 സമ്മപ്രധാന അതിനെ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? അതായത് 4 വ്യായാമങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നതും. സാരിപുത്ത, ഒരു ഭിക്ഷു തന്നെ തന്നെ പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഞാൻ ഈ 4 സമ്മപ്രധാനത്തെ ഭാവന ചെയ്തിട്ടില്ല എങ്കിൽ ആ ഭിക്ഷു ആ 4 സമ്മപ്രധാനത്തെ ഭാവന ചെയ്യുന്നതിന് പ്രയത്നിക്കണം. എന്നാൽ സാരിപുത്ത, ആ ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലാക്കിയാണ്: ഞാൻ ഈ 4 സമ്മപ്രധാനത്തെ ഭാവന ചെയ്തിട്ടുണ്ട് എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു ദിനവും രാത്രിയും ആ കുശലധർമ്മത്തിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനം ചെയ്യണം. വീണ്ടും സാരിപുത്ത, ഒരു ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കണം: ഞാൻ 4 ഇദ്ധിപാദത്തെ ഭാവന ചെയ്തിട്ടുണ്ടോ? 4 ഇദ്ധിപാദം എന്ന് പറയുന്ന സമയത്ത് ഛന്ദ, വീര്യ, ചിത്ത, മീമാംസ. സാരിപുത്ത, ആ ഭിക്ഷു തന്നെ തന്നെ അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിനെ ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഞാൻ 4 ഇദ്ധിപാദത്തെ ഭാവന ചെയ്തിട്ടില്ല എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു ആ 4 ഇദ്ധിപാദത്തെ ഭാവന ചെയ്യുന്നതിന് പ്രയത്നിക്കണം. അഥവാ സാരിപുത്ത, ആ ഭിക്ഷു തന്നെ തന്നെ പരിശോധിച്ച ശേഷം ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഞാൻ 4 ഇദ്ധിപാദത്തെ ഭാവന ചെയ്തിട്ടുണ്ട് എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു ദിനവും രാത്രിയും ആ കുശലധർമ്മത്തിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനം ചെയ്യണം. വീണ്ടും സാരിപുത്ത, ഒരു ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കുന്നു: ഞാൻ 5 ഇന്ദ്രിയങ്ങളെ ഭാവന ചെയ്തിട്ടുണ്ടോ? സാരിപുത്ത, ഒരു ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കുന്ന സമയത്ത് ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഞാൻ 5 ഇന്ദ്രിയത്തെ ഭാവന ചെയ്തിട്ടില്ല എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു ആ 5 ഇന്ദ്രിയങ്ങളെ ഭാവന ചെയ്യുന്നതിന് പ്രയത്നിക്കണം. അഥവാ സാരിപുത്ത, ആ ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഞാൻ ഈ 5 ഇന്ദ്രിയങ്ങളെ ഭാവന ചെയ്തിട്ടുണ്ട് എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു ദിനവും രാത്രിയും ആ കുശലധർമ്മത്തിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനിക്കണം. വീണ്ടും സാരിപുത്ത, ഒരു ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കണം: ഞാൻ 5 ബലങ്ങളെ ഭാവന ചെയ്തിട്ടുണ്ടോ? 5 ബലങ്ങളും 5 ഇന്ദ്രിയങ്ങളും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. സാരിപുത്ത, ഒരു ഭിക്ഷു തന്നെ തന്നെ പരിശോധിച്ചതിന് ശേഷം ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കിയാണ്: ഞാൻ 5 ബലങ്ങളെ ഭാവന ചെയ്തിട്ടില്ല എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു 5 ബലങ്ങളെ ഭാവന ചെയ്യുന്നതിന് പ്രയത്നിക്കണം. അഥവാ സാരിപുത്ത, ആ ഭിക്ഷു തന്നെ തന്നെ പരിശോധിച്ച ശേഷം ഇങ്ങനെ മനസ്സിലാക്കിയാണ്: ഞാൻ ഈ 5 ബലങ്ങളെ ഭാവന ചെയ്തിട്ടുണ്ട് എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു ദിനവും രാത്രിയും ആ കുശലധർമ്മത്തിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനിക്കണം. വീണ്ടും സാരിപുത്ത, ഒരു ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കണം: ഞാൻ 7 ഭോജ്യംഗങ്ങളെ ഭാവന ചെയ്തിട്ടുണ്ടോ? സാരിപുത്ത, ആ ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിനെ ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഞാൻ 7 ഭോജ്യംഗങ്ങളെ ഭാവന ചെയ്തിട്ടില്ല എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു 7 ഭോജ്യംഗങ്ങളെ ഭാവന ചെയ്യുന്നതിന് പ്രയത്നിക്കണം. അഥവാ സാരിപുത്ത, ആ ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഞാൻ 7 ഭോജ്യംഗങ്ങളെ ഭാവന ചെയ്തിട്ടുണ്ട് എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു ദിനവും രാത്രിയും പ്രീതി പ്രമോദത്തോടുകൂടി ആ കുശലധർമ്മത്തിൽ ധ്യാനിക്കണം. സാരിപുത്ത, ഒരു ഭിക്ഷു തന്നെ തന്നെ ഇങ്ങനെ പരിശോധിക്കണം: ഞാൻ ആര്യ അഷ്ടാംഗിക മാർഗത്തെ ഭാവന ചെയ്തിട്ടുണ്ടോ? സാരിപുത്ത, ആ ഭിക്ഷു തന്നെ തന്നെ പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഞാൻ ആര്യ അഷ്ടാംഗിക മാർഗത്തെ ഭാവന ചെയ്തിട്ടില്ല എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു ആര്യ അഷ്ടാംഗിക മാർഗത്തെ ഭാവന ചെയ്യുന്നതിന് പ്രയത്നിക്കണം. സാരിപുത്ത, ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിനെ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്: ഞാൻ ആര്യ അഷ്ടാംഗിക മാർഗത്തെ ഭാവന ചെയ്തിട്ടുണ്ട് എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു ദിനവും രാത്രിയും ആ കുശലധർമ്മത്തിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനിക്കണം. സാരിപുത്ത, ഒരു ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കണം: ഭാവിതാനുഖോ മേ സമതാച്ച വിപശ്യനാച്ച. ഞാൻ സമതിയും വിപശ്യനയും ഭാവന ചെയ്തിട്ടുണ്ടോ? ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭഗവാൻ എപ്പോഴും പഠിച്ചിട്ടുള്ളത് സമതാ വിപശ്യന ധ്യാനമാണ്. അതുകൊണ്ടാണ് എവിടെയെല്ലാം വിപശ്യന എന്ന് പറയുന്ന വാക്ക് വരുന്നുവോ അതിനൊപ്പം തന്നെ സമത എന്ന് പറയുന്ന വാക്കും വരുന്നതാണ്. സമതാ വിപശ്യന ധ്യാനം, അതാണ് ഭഗവാൻ പഠിപ്പിച്ചിട്ടുള്ളത്. സാരിപുത്ത, ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഒരു ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കിയാണ്: ഞാൻ സമതയെയും വിപശ്യനയെയും ഭാവന ചെയ്തിട്ടില്ല എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു സമതയെയും വിപശ്യനയെയും ഭാവന ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കണം. അഥവാ സാരിപുത്ത, ആ ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഞാൻ സമതയെയും വിപശ്യനയെയും ഭാവന ചെയ്തിട്ടുണ്ട് എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു ദിനവും രാത്രിയും ആ കുശലധർമ്മത്തിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനിക്കണം. വീണ്ടും സാരിപുത്ത, ഒരു ഭിക്ഷു തന്നെ തന്നെ പരിശോധിക്കണം: ഞാൻ വിദ്യയെയും വിമുക്തിയെയും സാക്ഷാത്കരിച്ചിട്ടുണ്ടോ? സാരിപുത്ത,
അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഞാൻ വിദ്യയെയും വിമുക്തിയെയും സാക്ഷാത്കരിച്ചിട്ടില്ല എങ്കിൽ സാരിപുത്ത, ആ ഭിക്ഷു വിദ്യയെയും വിമുക്തിയെയും സാക്ഷാത്കരിക്കുന്നതിന് പ്രയത്നിക്കണം. അഥവാ സാരിപുത്ത, ആ ഭിക്ഷു തന്നെ പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഞാൻ വിദ്യയെയും വിമുക്തിയെയും സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അതിനാൽ സാരിപുത്ത, ആ ഭിക്ഷു ദിനവും രാത്രിയും ആ കുശലധർമ്മത്തിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനിക്കണം. സാരിപുത്ത, ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഏതൊരു ശ്രമണ ബ്രാഹ്മണനും തൻ്റെ പിണ്ഡപാതം അല്ലെങ്കിൽ ഭിക്ഷാടനത്തിനെ പരിശുദ്ധമാക്കുന്നത് ഇപ്രകാരം തുടർച്ചയായിട്ട് തന്നെ പരിശോധിക്കുന്ന സമയത്താണ്. അതിനാൽ സാരിപുത്ത, നിങ്ങൾ എല്ലാവരും ഇപ്രകാരം തന്നെ പരിശോധിച്ചുകൊണ്ട്, തന്നെ തുടർച്ചയായിട്ട് പരിശോധിച്ചുകൊണ്ട് ഭിക്ഷാടനത്തിനെ പരിശുദ്ധമാക്കണം. അതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്തൻ ഭഗവാൻ പറഞ്ഞ കാര്യത്തിൽ തൃപ്തനായി, എന്നിട്ട് സന്തുഷ്ടനായി. പിണ്ഡപാത പാരിശുദ്ധ സൂത്തം നിത്യതം. സൂത്തം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്തങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയത്തേക്ക് നമുക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.